ഇന്നത്തെ കുക്കിംഗ് ഹസ്ബൻഡിൻ്റെ വകയാണ്. അപ്പോൾ പുള്ളിയാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് ചപ്പാത്തിക്ക് വേണ്ട കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഓക്കെ, കത്തി നല്ല കത്തി കേട്ടോ. ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, കുറച്ച് കുരുമുളക് വേണം. അപ്പോൾ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊടികളെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചിക്കൻ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒരു വിസിൽ വെച്ച് വേവിച്ചെടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണിച്ചേക്കുന്നത്. കടുക് വേണേ. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടു. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ചിക്കനിൽ ഉപ്പിട്ടത് ആദ്യം വേവിച്ചപ്പോൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചത്. കറിവേപ്പില ഇടണേ. ഇവിടെ ഉണ്ടായ കറിവേപ്പില അല്ലേ? ഇല്ല. ഇതിൽ മുളകുള്ളതാ? എണ്ണ കുറച്ചും കൂടി ഇടുന്നുണ്ട്. തക്കാളി ഇടുവാണേ. മൂടി വയ്ക്കാൻ. അയ്യോ, തക്കാളി അധികം മൂക്കരുതൊരു തക്കാളി ഒന്ന് വാടിയാൽ മതി. അതെല്ലാം പച്ചക്കറി എല്ലാം വാടി അല്ല. മീറ്റ് മസാല ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി, മഞ്ഞൾ, കുരുമുളക്, കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കടയിൽ പോയിട്ട് വന്നിട്ടാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവൻ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അത് തള്ളിക്കൊണ്ട് പോകേണ്ടതിന് പകരം എടുത്തുകൊണ്ട് പോകാൻ ആ ഇതുപോലത്തെ പാത്രത്തിൻ്റെ അടിയിൽ ടയറുണ്ട്. നമുക്ക് ക്യാരി ചെയ്യുന്നതിന് പകരം നമുക്കത് വെയിറ്റ് അധികമാണെങ്കിൽ തള്ളി അങ്ങോട്ട് നീക്കി കൊണ്ടുപോകാം. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ സ്റ്റോക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇപ്പോൾ സ്റ്റോക്കിൽ കിടന്നിട്ടൊന്ന് തക്കാളി ഒന്ന് റെഡി ആയിട്ട് വരണം. ഈ തക്കാളിയുടെയും ഉള്ളിയുടെയും ഇതൊന്ന് തിളച്ചതിൻ്റെ ഇറങ്ങിയ തക്കാളിയുടെ പുളി ഇറങ്ങണം. എന്നാലും അതിൻ്റെ ടേസ്റ്റ് മറ്റിലായിട്ട് എടുക്കുക. എന്നാലിത് അത് സ്റ്റോക്കിൽ കിടന്ന് തിളച്ച നല്ല കുട്ടപ്പനായിട്ടുണ്ട്. തീയൊന്ന് നന്നായിട്ട് കുറയ്ക്കുക. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നമ്മൾ ഉള്ളിയിൽ ഇച്ചിരി ഇട്ടായിരുന്നു. ചിക്കൻ നമ്മൾ ആദ്യം തിളപ്പിച്ചപ്പോൾ കല്ലുപ്പിട്ടാണ് തിളപ്പിച്ചത്. ചിക്കൻ ഇടുവാണേ. ഈ ചൂടുവെള്ളം ഇതിലേക്ക് വെച്ചിട്ട് ഇതും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുക. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. മതി. ഈ പഞ്ചസാര ഇടുന്നത് എന്തിനാണെന്ന് അറിയാം? ഇത് കറിയുടെ ടേസ്റ്റ് സട്ടിലാക്കും. ഇതിൻ്റെ ഒരു സയൻസ് എന്താ അറിയോ? ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇത് വാങ്ങില്ലേ, സ്കൂളിലൊക്കെ പഠിക്കുമ്പം നാരങ്ങ ഓറഞ്ചിൻ്റെ കൂടെ പഞ്ചസാരയും ഉപ്പും മുളക് പൊടിയും കൂടെ പുരട്ടിത്തരും. അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല വത്തക്കയുടെ കൂടെയോ പൈനാപ്പിളിൻ്റെ കൂടെയോ ഒക്കെ അങ്ങനെ ചേർക്കുമ്പോൾ ടേസ്റ്റ്. എന്താണ് അതിന് കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഉപ്പും മുളകും പുളിയും മധുരവും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ്
അതിനോട് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. പിള്ളേരൊക്കെ കുറുക്കുറ തിന്നുന്നതിൻ്റെ കാരണം എന്താ അറിയോ, അതിൽ കുറച്ച് പഞ്ചസാരയുണ്ട്, പുളിയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അവർക്ക് അതിനോടുള്ള താല്പര്യം കൂടുന്നത്. അപ്പോൾ ശരിക്ക് മധുരം ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ കറിക്കൊക്കെ ടേസ്റ്റ് കൂടും. അധികം ഇടരുത്, ഒരു തുള്ളി ഇടാവുള്ളൂ. ഇനി നമുക്ക് ഇത് കുറച്ചൊരു മൂടി വയ്ക്കാം. ഇനി ഇച്ചിരി മല്ലിച്ചപ്പ് കൂടെ ഞാൻ അരിയട്ടെ. ഇതിന് കുറച്ചുകൂടി പിന്നെ മല്ലിച്ചപ്പ് അരിയുമ്പോൾ ഇതുപോലെ കുനുകുന അരിയണം. ശരി, ഓഫ് ചെയ്യണേ. നമ്മുടെ ഈ സാധനം കശുവണ്ടി, ഇതിനെത്ര വില എത്രയാ? ഇതിന് വിലയൊന്നും 650 രൂപയാണ്. കുറച്ച് എരിവുള്ളായിരുന്നല്ലോ. അപ്പം കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങളെല്ലാം കുളിക്കാൻ പോയി. കുളിച്ച് വന്ന് ഇനിയിപ്പോൾ ഡിന്നർ കഴിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ഡിന്നറെല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ടി വി ഓടുന്നു. ടി വിയിൽ സിനിമ വെച്ചേക്കുവാണ്. പിള്ളേർ എണ്ണൂരും അതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ണും നട്ടിരിക്കുകയാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ കുട്ടികൾ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ എടുത്ത് ഞാൻ ഇടും എന്ന് പറഞ്ഞപ്പോഴത്തേന് ഓടി വന്നു. എന്നിട്ട് ഓടിപ്പോയി വീഡിയോയും ഓഫ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.